ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ? അപ്പോഴേ ഞാനിപ്പോൾ കാണിക്കുന്ന ഫ്രൂട്ട്സ് ആർക്കൊക്കെ അറിയാം? ഞങ്ങളുടെ ഈ മലപ്പുറം സൈഡിലൊക്കെ ഇതിന് മുട്ടപ്പഴം എന്ന് പറയട്ടെ, പല നാട്ടിൽ പല പേരായിരിക്കും. പക്ഷേ എനിക്കിഷ്ടം അതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേട്ടൻ കൃഷി നടത്തിയപ്പോൾ വെള്ളരിക്ക അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ നല്ല പഴുത്ത മാമ്പഴം, അപ്പോൾ അത് കട്ട് ചെയ്തു. ഇച്ചിരി മൂപ്പുണ്ടായിരുന്ന വെള്ളരിക്ക ആയ കാരണം കൊണ്ട് ഞാനത് ഒരു ചെറിയൊരു വേവാവാൻ വേണ്ടിയിട്ട് ആദ്യമേ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു മുറി തേങ്ങ, കൂടെ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, ഇച്ചിരി കടുകും 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. നമ്മുടെ വേവാൻ വെച്ചിട്ടുള്ള വെള്ളരിക്കയിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വേവാൻ വെച്ചതിന് ശേഷം ഒരു പകുതി വേവാകുമ്പോൾ നമുക്ക് നമ്മുടെ പഴുത്ത മാങ്ങ അതിനകത്തോട്ടിടാം. അപ്പോഴത്തേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ അരപ്പ് അരച്ചെടുക്കാം, നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ വെള്ളരിക്ക പകുതി വേവായിട്ടുണ്ട്, ഏകദേശം വേവായിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പഴുത്ത മാങ്ങ ഇടാം കേട്ടോ. പഴുത്ത മാങ്ങ കുറച്ച് ഞാൻ 2 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അത് ഇച്ചിരി ഒന്ന് വേവാൻ വെക്കുക. കാരണം വെള്ളരിക്കകത്തോട്ട് നമ്മൾ ആ മാങ്ങയുടെ മധുരവും പുളിയും ഒക്കെ എത്തണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് ഉപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിക്കാറുണ്ട്. അതിനകത്തോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല കേട്ടോ, ആ വീഡിയോ ഇതിനകത്തില്ല കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് നമ്മൾ അടച്ച് വെച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് അതിനകത്തോട്ട് ഇടുക. അരപ്പിട്ട് ഒരു ചെറിയൊരു തിള വന്നാൽ മതി, കൂടുതൽ തിളക്കേണ്ട. തൈരുള്ളത് കാരണം കൊണ്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ അരപ്പിനകത്തോട്ട് കറിവേപ്പില ചേർക്കും. പക്ഷേ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അതൊന്ന് ജസ്റ്റ് തിള വന്നു. ഇനി നമുക്ക് വറവിടാനുള്ളതെല്ലാം ഇടാം. അതിനകത്തോട്ട് വറ്റൽമുളക്, ഉലുവ, കടുക്, ഇത് ആണ് ഉള്ളത്. നമ്മുടെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനിത് 3ഉം വറവിട്ടിട്ട് അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ, മാമ്പഴ പുളിശ്ശേരി, വെള്ളരിക്ക മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഉച്ചയൂണ്.